ഇന്നത്തെ ഇൻസൈറ്റിന്റെ സെഷനിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അത് പുതുതായിട്ടും ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ഇതിനെപ്പറ്റി ഒന്ന് തന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതിനെ പറ്റി എന്നുള്ളത് തന്നിട്ട് നമുക്ക് നേരിട്ട് മെഡിറ്റേഷനിലേക്ക് കിടക്കാം. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ഒരു 10 മിനിറ്റ്. അതായത് ഇതിനകത്ത് നമ്മൾ പറയുന്നത്, ഞാൻ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ലിങ്കിൽ പറഞ്ഞിരിക്കുന്നത് വിപാസന അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗ എന്നൊക്കെ പറഞ്ഞു. അഷ്ടാംഗ മാർഗം എന്നുള്ള പേരൊന്നും കേട്ടിട്ട് ആരും ഒന്നും അതിനെപ്പറ്റി പറയുകയുണ്ട്. അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സയന്റിഫിക് ആയിട്ട് എന്താണെന്നൊന്ന് പറയാം. നമ്മൾ ബേസിക്കലി നമ്മുടെ മനസ്സിനെ പഠിക്കുക ചെയ്യുന്നത്. ഈ ഒരു എക്സർസൈസിലൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിക്കുന്നു എന്നുള്ളതാണ്, മനസ്സിന്റെ പ്രവർത്തനം പഠിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ തന്നെ നിരീക്ഷിച്ച് അവനവന്റെ മനസ്സിനെ പഠിക്കുന്ന ഒരു രീതിയാണ്. അതായത് നമുക്ക് ഒരു ചിന്ത വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത വരുമ്പോൾ 3-4 കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ തലയ്ക്കകത്തൂടെ ചിന്തകൾ പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ചിന്തകൾ പോകും. അത് നല്ലതും ചീത്തയായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കും. രണ്ടാമത്, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിനകത്ത് ഒരു വേരിയേഷൻ വരും. ആ ഓരോ ചിന്തയ്ക്കും അനുസരിച്ച് ശ്വാസോച്ഛ്വാസത്തിനകത്ത് വേരിയേഷൻ വരും. ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്, നമ്മളെ ഏത് ചിന്ത, അതിപ്പോ വലുതായാലും ചെറുതായാലും ഒക്കെ മനസ്സിനകത്ത് നടക്കുന്ന ഓരോ ചിന്തകൾക്കും, സൂക്ഷ്മ ചിന്തകൾക്കനുസരിച്ചും ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രകമ്പനങ്ങൾ, അതിൻ്റെതായിട്ടുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ്, അല്ലെങ്കിൽ അതിനേതായിട്ടുള്ള ചെറിയ ചെറിയ ഫീലിങ്സ് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതെപ്പോഴും നടന്നുകൊണ്ടായിരിക്കുന്നത്. അത് എവിടെ എങ്ങനെ എന്നുള്ളത് നമ്മുടെ കൺട്രോൾ അല്ല. അത് ഈ പറയുന്ന നോർമലി നമ്മുടെ ബയോളജിക്കൽ മെക്കാനിസം അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ലോസ് അനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ശരീരം എപ്പോഴും തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തിൽ എപ്പോഴും കോശങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരീരത്ത് രക്തചംക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോരോ ആറ്റങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ. നമ്മൾ അത് അറിയുന്നില്ലെന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വളരുന്നത്, നമ്മൾ പ്രായമാകുന്നത്, നമുക്ക് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായാൽ അത് മാറുന്നത്, കാര്യങ്ങളുള്ളത് ഭേദമാകുന്നത്, അസുഖങ്ങൾ ഉണ്ടാവുന്നത്, എല്ലാം നമ്മൾ ഈ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് വിശപ്പ് ഉണ്ടാവുന്നത് എല്ലാം. അപ്പൊ നമ്മുടെ ശരീരം നിരന്തരം എപ്പോഴും ഓരോ മൊമെന്റിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ അത്രയും വായു ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, നമ്മൾ തിരിച്ചത്രയും വിടുന്നുണ്ട്. അങ്ങനെ ശരീരത്തിന് എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഓരോ ചിന്തയ്ക്കും അനുസരിച്ചും ശരീരത്തിനകത്ത് അതിൻ്റെതായിട്ടുള്ള വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ചിന്ത എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മൾ കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ അതനുസരിച്ച് ശരീരത്തിനകത്ത് അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫീലിങ്സിന് പ്രതികരണമായി നമ്മുടെ മനസ്സ് അതിനോട് ഇഷ്ടമോ ഇഷ്ടക്കേടോ കാണിക്കുകയും ചെയ്യും. നല്ല സുഖമുള്ള ഫീലിങ്സ് ആണ് ബോഡിയിൽ ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് അത്തരം ഫീലിങ്സ് ഉണ്ടാക്കിയ സംഗതികളോടൊക്കെ നമുക്ക് മനസ്സിന് താല്പര്യം ഉണ്ടാവും. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നത് ഈ ഫീലിങ്സിനോടാണ്. ഫീലിങ്സ് നല്ലതാണെങ്കിൽ അതിനോട് സുഖം കാണിക്കും അല്ലെങ്കിൽ ഇഷ്ടം കാണിക്കും. ഫീലിങ്സ് ബോഡിയിൽ ഉണ്ടാകുന്നത് അസുഖകരമായ ഫീലിങ്ങുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഇഷ്ടക്കേട് കാണിക്കും. അതിപ്പം ചൂടുവെള്ളത്തിനകത്ത് ഒരു ജീവിയെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് കിടന്ന് പിടയ്ക്കും. തണുത്ത വെള്ളത്തിനകത്താണെങ്കിൽ കൂടുതൽ തണുപ്പാണെങ്കിൽ പിടയ്ക്കും. അത് ശാന്തമായിട്ടുള്ള ഒരു റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ഓക്കെ ആയിട്ട് കിടക്കും. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം കൂളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും കൂളായിട്ടിരിക്കും. ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് അസുഖകരമായ ഫീലിങ്ങുകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് അതിനോട് ഇഷ്ടക്കേട് കാണിക്കും. കാരണം ഈ പറയുന്ന ഇതിന്റെ അകത്താണ് മനസ്സ് നിൽക്കുന്നത്. അപ്പൊ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന ഓരോ ചേഞ്ചസും മനസ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ പ്രകൃതം എങ്ങനെയാണ്, നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിക്കുന്നത് ഈ 4 കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. എന്തൊക്കെയാണ്? നമ്മുടെ ശ്വാസം, കാരണം പ്രകടമായിട്ട് കാണുന്നത് നമ്മുടെ ശ്വാസം, പിന്നെ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളുടെ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്സ്, അതിനോട് മനസ്സ് കാണിക്കുന്ന പ്രതികരണങ്ങൾ. ഈ 4 കാര്യങ്ങളെയാണ് ഒബ്സർവ് ചെയ്യാനായിട്ട് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അത് അല്ലെങ്കിൽ തന്നെ നമ്മളായിട്ട് മനസ്സിലാക്കിയാലും മതി. ഈ 4 കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം, നിരന്തരം ഒബ്സർവ് ചെയ്യണം. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ചിന്തയ്ക്കകത്തോട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല. ചിന്തയിൽ നിന്ന് വിട്ട് നിന്നുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ മനസ്സ് എങ്ങനെയൊക്കെയാണ് പോകുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് വിപස්සന എന്ന് വിളിക്കുന്നത്. അതായത് ഡിറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഒബ്സർവേഷനാണ്. ചിന്തയ്ക്കകത്തോട്ട് മുഴുകിക്കൊണ്ടല്ല, ചിന്തയിൽ നിന്ന് വിട്ട് നിന്നുകൊണ്ടിട്ടാണ് നമ്മുടെ മൈൻഡ് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് മാറി നിൽക്കാൻ നമുക്കൊരു ഇടം വേണം മനസ്സിന്. കാരണം എപ്പോഴും മനസ്സുമായിട്ട് ചിന്തയായിട്ട് ലിങ്ക് ചെയ്താണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത്. ആ ചിന്തയായിട്ടൊന്ന് ലിങ്ക് ചെയ്യാതെ വിട്ട് നിന്ന് മാറി നിന്ന്
നമുക്ക് നമ്മുടെ മനസ്സിനെ ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മാറി നിൽക്കാൻ ഒരു ഇടം വേണം. ആ ഇടമാണ് നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ശ്വാസത്തിൽ നിലയുറപ്പിച്ചാൽ നമുക്ക് ചിന്തകൾ ഇങ്ങനെ മാറി മാറി പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഫീലിംഗുകളെ നമുക്ക് കാണാൻ പറ്റും. ആ ഫീലിങ്സിലേക്ക് നമ്മൾ നോക്കി ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സ് ഇഷ്ടമാണോ ഇഷ്ടക്കേടാണോ എന്ന് കാണിക്കുന്നത് എന്ന് അതും നമുക്ക് മനസ്സിലാവും. അപ്പൊ 4 കാര്യങ്ങളെയും കൂടെ ആദ്യമേ ഒരുമിച്ച് നിങ്ങൾ നോക്കണ്ട, മറിച്ച് ആദ്യം ശ്വാസത്തിനെ ഒബ്സർവ് ചെയ്യുക. ശ്വാസത്തിൽ ഏറെക്കുറെ നമ്മളുടെ ആ ഒരു മനസ്സിന്റെ ഒരു നില ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ, അവിടെ ഒന്ന് സ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഫീലിങ്സിലേക്ക് നമ്മുടെ ഒബ്സർവേഷൻ എക്സ്പാൻഡ് ചെയ്യാം, കുറച്ചുകൂടെ വ്യാപിപ്പിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിലയുറപ്പിക്കേണ്ടത് ഈ 2 കാര്യങ്ങളിൽ നിലയുറപ്പിച്ചാൽ മതി. ശ്വാസവും നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഫീലിങ്ങുകളും. അപ്പൊ ശ്വാസത്തിനകത്തുള്ള നിലയുറപ്പിക്കൽ ഒരുമാതിരി ഒന്ന് ശരിക്കൊന്ന് സ്റ്റഡി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ ഫീലിങ്സ് കിട്ടിത്തുടങ്ങും. കാര്യം ശ്വാസത്തിന്റെ നിലയുറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഇന്ന് മോചിപ്പിച്ച് വേണം നമ്മുടെ ശ്വാസത്തിനകത്തോട്ട് കൊണ്ടുവരാൻ. അപ്പൊ ആദ്യമൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പം നമ്മൾ ശ്വാസത്തിലെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ചിന്തയിലേക്ക് പോകും. കാര്യം നമ്മുടെ മനസ്സ് എപ്പോഴും ശീലിച്ചിരിക്കുന്നത് ചിന്തയുമായിട്ട് ലിങ്ക് ചെയ്ത് എപ്പോഴും അതുമായിട്ട് മുഴുകി നിൽക്കാനാണ് ശീലിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ശ്വാസത്തിൽ നിൽക്കുമ്പോൾ ആദ്യമൊക്കെ ചിന്തയിൽ കുറെ നേരം കടന്ന് കറങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ കുറച്ച് നേരം മാത്രമേ ശ്വാസത്തിൽ നമുക്ക് നിലയുറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് പോകെ 2-3 ദിവസം കൊണ്ടൊക്കെ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ നേരം നമ്മുടെ മനസ്സ് ശ്വാസത്തിൽ നിൽക്കും. ശ്വാസത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പ്രസന്റില്ല, അത് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. അസമയം ചിന്ത എന്ന് പറയുന്നത് ഒന്നുകിൽ പാസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കോ ഉള്ള ഓട്ടമാണ്. പക്ഷെ നമ്മൾ പ്രസന്റ് നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകും, പിന്നെയും നമ്മുടെ ശ്വാസത്തിൽ നമ്മൾ കൊണ്ടുവരണം നമ്മുടെ ശ്രദ്ധയെ. അങ്ങനെ ആ പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ശരീരത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ 2 ഗുണം. ഒന്ന്, മനസ്സിന്റെ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിനെ ഒന്ന് മോചിപ്പിച്ച് അതിനെ ഒന്ന് അടക്കി നമ്മൾ നമ്മുടെ ശരീരത്തേക്ക് തന്നെ നമ്മുടെ അറ്റൻഷനെ നമ്മൾ തിരിച്ചു വെക്കുകയാണ്. ശരീരത്തേക്ക് നമ്മുടെ അറ്റൻഷൻ തിരിച്ചു വെക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ശരീരത്താണ് നടക്കുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ മനസ്സ് എപ്പോഴും പുറത്തേക്കാണ്, നമ്മുടെ ഈ 5 ഇന്ദ്രിയങ്ങളും പുറത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അറ്റൻഷൻ ഒരിക്കലും നമ്മുടെ ശരീരത്തേക്ക് സാധാരണഗതി വരാറില്ല. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴാണെങ്കിലും, നമ്മൾ കരയുമ്പോഴാണെങ്കിലും, നമ്മൾ ചിരിക്കുമ്പോഴാണെങ്കിലും, നമ്മൾ സന്തോഷിക്കുമ്പോഴാണെങ്കിലും ശരീരത്തിൽ എന്തൊക്കെ ഫീലിങ്സ് ആണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ഒരു മൊമെന്റ് ശരീരത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ ശീലിക്കും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ശരീരത്തേക്ക് നമ്മുടെ അറ്റൻഷൻ തിരിച്ചു വെക്കുമ്പോൾ അനാവശ്യ ചിന്തകളും കുറഞ്ഞ് ശരീരത്തേക്ക് അറ്റൻഷൻ തിരിച്ചു വെക്കുന്നതിന് വേണ്ടി ശ്വാസത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ ശ്വാസത്തിലേക്ക് നമ്മൾ അറ്റൻഷൻ തിരിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ മനസ്സ് ശാന്തമാകും. അതിനാണ് ഒരു സമാധി അവസ്ഥ പറയുന്നത്, സമമായ അവസ്ഥ. അല്ലാതെ മരണവുമായിട്ട് ഈ സമാധിക്ക് യാതൊരു ബന്ധവുമില്ല. അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയത്. മനസ്സിനെ സമമാക്കുക എന്നുള്ളതാണ്. ഓടിച്ചാടി നടക്കുന്ന, ആദി പിടിച്ച് നടക്കുന്ന മനസ്സിനെ സമമാക്കുന്ന അവസ്ഥയിൽ അങ്ങനെ സമമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഉണ്ടാകുന്ന ഫീലിങ്സുകളെ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. അതെന്തിനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് കിടന്ന് പിടയ്ക്കുന്നത് അറിയാൻ പറ്റും. അതായത് ഓരോ ചിന്തകൾക്കനുസരിച്ചും ശരീരത്തിൽ ഓരോ സെൻസേഷൻസ് മാറി മറിയുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഒച്ച കേട്ടാൽ, നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഒച്ച കേട്ടാൽ ചിലപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അതൊക്കെ ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും, നമുക്കൊരു ഇറിറ്റേഷൻ വരും. ആ ഇറിറ്റേഷൻ എന്തുകൊണ്ടാണ്? ഒച്ചയോടുള്ള ഇറിറ്റേഷൻ എന്നാ തോന്നുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഒച്ചയോടല്ല ശരിക്കും നമ്മൾ ഇറിറ്റേഷൻ കാണിക്കുന്നത്. ഒച്ച നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ ഫീലിങ്ങിനോടാണ് നമ്മൾ ഇറിറ്റേഷൻ കാണിക്കുന്നത്. കാരണം മനസ്സിന് ശരീരത്തുണ്ടാകുന്ന ഫീലിങ്ങുമായിട്ടാണ് കണക്ഷൻ ഉള്ളത്. മനസ്സ് ഫുള്ളായിട്ട് ഈ ശരീരത്തിനകത്ത് നടക്കുന്ന ഏത് ഫീലിംഗ് ആണോ അതിനോടൊക്കെയാണ് ഈ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിന്റെ അകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ഇഷ്ടവും അനിഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയൊക്കെ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഉള്ളിൽ പീസ് എന്ന് പറയുന്ന സംഭവം കിട്ടത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റ് വേണം. അതായത് നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ നോക്കണം. അത് കാണാനുള്ളത് ഈ 4 കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻസൈറ്റ് കിട്ടുന്നത്. നമ്മളെ പറ്റിയുള്ള നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ അഡിക്ഷൻസ് എങ്ങനെ ഉണ്ടാവുന്നത്, അമിതമായ ചിന്തകൾ എങ്ങനെ ഉണ്ടാവുന്നത്, ദുഃഖം എങ്ങനെ ഉണ്ടാവുന്നത്, അസ്വസ്ഥത എങ്ങനെ ഉണ്ടാവുന്നത്, ഹാപ്പി ആവുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഓരോന്നോടും ആർത്തി ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം നമ്മുടെ മൈൻഡിന്റെ പ്രവർത്തനം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം നമുക്കറിയാം നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരും വറീഡാണ്. ഒരിടത്തും ആർക്കും ഒരു സമാധാനം എന്ന് പറയുന്നില്ല. എല്ലാവരും അവരവരെ മനസ്സ് അവരവരെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അവരവർക്ക് തോന്നുന്ന രീതിയിൽ അവരുടെ മനസ്സ് അവരെ കൊണ്ട് പോയി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും അവരുടെ മനസ്സിനെ പഠിക്കുന്നില്ല. പഠിക്കാനുള്ള ഒരു മെക്കാനിസവും ആരുടെയും കയ്യിലില്ല. അത് സ്കൂളുകളും പഠിപ്പിക്കുന്നില്ല, അധ്യാപകരും പഠിപ്പിക്കുന്നില്ല, വീടുകളിലും പഠിപ്പിക്കുന്നില്ല, മതങ്ങളും പഠിപ്പിക്കുന്നില്ല. ഏതെങ്കിലും ഒരു മതം പറയുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് പഠിക്കാൻ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇൻസൈറ്റ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇതിനൊരു മതത്തിന്റെ ഛായ ഇല്ല. കാര്യം ഇത് ബുദ്ധനാണ് പറഞ്ഞുണ്ടാക്കി മനസ്സിലാക്കി തന്നതെങ്കിലും അദ്ദേഹം ഒരു ദർശനം എന്നുള്ള രീതിയിൽ അതിനൊന്നും മതമൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വന്നവരാണ് അതിനൊരു മതമാക്കിയത്. അദ്ദേഹം ഒരു ദർശനം, അതായത് നമ്മളെ പഠിക്കുക, മനസ്സിലാക്കുക. നീ നിന്റെ പ്രകൃതം മനസ്സിലാക്കുക. ആ പ്രകൃതം എന്നുള്ള വാക്കിന് പാലിയിലെ വാക്കാണ് ഈ ധമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധമ്മം എന്ന് പറയുന്നത്. അവനവന്റെ പ്രകൃതം മനസ്സിലാക്കുക, അവനവന്റെ മനസ്സും ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിക്കുക. ആ അറിവ് കൊണ്ട് നിങ്ങൾ ബാക്കി ജീവിക്കുക എന്നാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ശരിയായിട്ട് രീതിയിൽ എന്റെ മനസ്സിനെ ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പഠിക്കുക. അപ്പോഴാണ് ഈ അഡിക്ഷൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നും ആർത്തി ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നും എന്റെ മനസ്സിനകത്ത് അനാവശ്യമായിട്ടുള്ള ശീലങ്ങൾ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് എങ്ങനെയാണെന്നും എങ്ങനെ എന്റെ മനസ്സിന്റെ ശീലങ്ങളെ എനിക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള പഠനമൊക്കെ വരുന്നത് എങ്ങനെയാണ്. അപ്പൊ ആ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ട് ഇറങ്ങുകയാണ്. കേരള സമൂഹത്തെ നമുക്കിത് പഠിപ്പിക്കണം. നമുക്ക് പ്രിയപ്പെട്ടതാണ് നമ്മുടെ കേരളം. ആ അവസാനത്തെ നമ്മുടെ തുരുത്താണ്. ലോകത്ത് എവിടെ പോയാലും നമുക്ക് നമ്മുടെ നാട് വലുതാണ്. ആ നാടിങ്ങനെ പോകുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കാണാതെ ആൾക്കാർ പകച്ചു നിൽക്കുകയാണ്. ഗവൺമെന്റ് ആയാലും മെഷീനറി ആയാലും മറ്റു കാര്യങ്ങൾ എല്ലാവരും ഇതിന് കൃത്യമായ ഒരു പരിഹാരമില്ലാതെ വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള എളിയ രീതിയിൽ നമ്മളിത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മെഡിറ്റേഷന്റെ ആ ഒരു സെഷൻ നമുക്കങ്ങ് ആദ്യം തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത്. ആ ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് കിട്ടും. ആ കൂടി എല്ലാത്തിനും കൂടി ഒരു 1 hour ആണ് ഇതിന്റെ സെഷന്റെ സമയം. ഇപ്പൊ തന്നെ നമുക്ക് കുറച്ച് സമയം മാറിപ്പോയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. കഴിവതും നേരെ തന്നെ നട്ടല് നിവർത്തി തന്നെ ഇരിക്കുക. ചാരി ഇരിക്കാതിരിക്കുക. ചാരി ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരാൻ സാധ്യതയുണ്ട്. ഉറങ്ങി പോവാണെങ്കിൽ നമ്മുടെ ഈ ഒബ്സർവേഷന്റെ ആ ഒരു പ്രക്രിയ മുമ്പോട്ട് പോകത്തില്ല. നമുക്ക് വേണ്ടുന്നത് സസ്റ്റൈൻഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സ്റ്റഡി ആയിട്ടിരിക്കുക. തോള് ഷോൾഡറിലാണ് കൂടുതൽ നമ്മൾ ഈ പ്രഷർ വരുന്നത്. ഷോൾഡർ റിലാക്സ്ഡ് ആക്കി ഇടുക. ദീർഘമായിട്ട് 2-3 തവണ ശ്വാസം എടുക്കുക. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള ഗൈഡൻസ് തരാം. ഒരു ബെല്ല് ഒരു 2-3 തവണ അടിക്കും തുടങ്ങാനും, അതുപോലെ അത് 3 തവണ അടിക്കും അവസാനിപ്പിക്കാനും. എന്നിട്ട് സാവധാനം ഒന്ന് കണ്ണടച്ചിരിക്കുക. ബലം പിടിച്ച് കണ്ണടയ്ക്കേണ്ട, സാവധാനം. എല്ലാവരും അവരുടെ ശ്രദ്ധ ശ്വാസം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ നിരന്തരമായി നടക്കുന്ന പ്രക്രിയയിലേക്ക് കൊണ്ടുവരിക. ശ്രദ്ധ മാത്രം കൊണ്ടുവന്നാൽ മതി. ശ്വാസത്തിന് ഒരു രീതിയിലും ഫോഴ്സ് ചെയ്യാനോ അതിന്റെ ഗതി മാറ്റാനോ സ്വഭാവം മാറ്റാനോ ശ്രമിക്കേണ്ട. ശ്വാസം എന്ന് പറയുന്നത് അതിന്റെ ഒരു 4-5 വശങ്ങളിൽ അല്ലെങ്കിൽ 4-5 പ്രക്രിയകളിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മൾ കൊണ്ടെത്തിക്കുകയാണ്. ഒന്ന്, ശ്വാസത്തിന്റെ ഒരു ക്രമമുണ്ട്. അതായത് ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, പിന്നെ ചെറിയൊരു പോസ് വരുന്നു, പിന്നെ അത് പുറത്തേക്ക് പോകുന്നു, പിന്നെ ചെറിയൊരു പോസ് വരും. ഇതാണ് ശ്വാസത്തിന്റെ ഒരു ക്രമം. ആ ക്രമത്തെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്, ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും നമ്മുടെ മൂക്കിന്റെ അഗ്രത്തു നിന്നും ഉൾവശത്തു നിന്നും ഒക്കെ സ്പർശിച്ചാണ് ആ ശ്വാസം കടന്നു പോകുന്നത്. അപ്പൊ അതിൻ്റെതായ ആ സ്പർശനത്തെ, ആ ടച്ചിനെ ഒന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്, ഈ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ആ ശ്വാസത്തിന്റെ ടെമ്പറേച്ചറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഉള്ളിലേക്ക് പോകുന്ന ശ്വാസം അല്പം തണുപ്പുള്ളതുമായിരിക്കും, അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന് അല്പം ചൂടുള്ളതുമായിരിക്കും. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ നിങ്ങൾക്ക്
സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നാലാമത്, നമ്മുടെ ഈ ശ്വാസം അകത്തേക്ക് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും നേരിയ ഒരു ശബ്ദം നമുക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും, കാതോർത്താൽ കേൾക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈ 3-4 കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസം എങ്ങനെയാണോ പോകുന്നത്, ചിലപ്പോൾ ഒരു മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഉദ്ദേശം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ പർപ്പസ് മറ്റ് മൈൻഡിന്റെ ആക്ടിവിറ്റീസിൽ നിന്ന് മനസ്സിനെ റിലീസ് ചെയ്ത് നമ്മുടെ പ്രസന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. തന്നെയുമല്ല, ബോഡിയിലേക്ക് തന്നെയാണ് നമ്മൾ നമ്മുടെ അറ്റൻഷനെ കൊണ്ടുവരേണ്ടത്. അതിനാണ് നമ്മൾ നമ്മുടെ ശ്വാസത്തെ അവലംബമാക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങളുടെ ചിന്തയിലേക്ക് മനസ്സ് പെട്ടെന്ന് വഴുതിപ്പോകും. അത് സ്വാഭാവികമാണ്. കുറച്ച് പ്രാക്ടീസ് കൊണ്ട് പതുക്കെ നമ്മുടെ ശരീരത്തേക്ക് നമ്മുടെ അറ്റൻഷൻ നമുക്കൊന്ന് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളറിയാതെ നമ്മുടെ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് പോകാൻ സാധ്യതയുണ്ട്. ഇറിറ്റേറ്റഡ് ആവാതെ തിരിച്ച് നമ്മുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്രദ്ധ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസത്തിന്റെ ക്രമം, ശ്വാസത്തിന്റെ ചൂട്, ശ്വാസത്തിന്റെ സ്പർശനം, ശ്വാസത്തിന്റെ ശബ്ദം തുടങ്ങിയ കാര്യങ്ങളിൽ മനസ്സിനെ കുരുക്കിയിടുക. നമ്മൾ ഈ പ്രക്രിയ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ് എത്രത്തോളം ചാടി നടക്കുന്ന ഒരു മനസ്സാണെന്ന് നമുക്ക് തന്നെ താൻ സ്വയം മനസ്സിലാവുള്ളൂ. ഒരു നേരെ അടങ്ങിയിരിക്കാത്തൊരു മനസ്സാണ് നമ്മുടേത്. പോകെ അതിനെ എങ്ങനെയാണ് അടക്കേണ്ടതെന്നും എങ്ങനെയാണ് അതിനെ കൺട്രോളിലാക്കേണ്ടതെന്നും ഒക്കെ ഉള്ളത് നമുക്ക് വഴിയെ പഠിക്കാം.
ഉറക്കം വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഉറക്കം വരുന്നു എന്ന് കാണുമ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഉറക്കത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ പറ്റും. തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. ശ്വാസത്തിന്റെ ആ 3-4 കാര്യങ്ങളിൽ മാറി മാറി ശ്രദ്ധിക്കുക. ഒന്നിൽ തന്നെ ഇരിക്കാതെ 3-4 കാര്യങ്ങളുണ്ട്, അതിൽ മാറി മാറി ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉറക്കം വരത്തില്ല. അറിയാതെ ശ്വാസം പതുക്കെ പതുക്കെ മന്ദഗതിയിലാവുന്നത് നമുക്ക് കാണാൻ പറ്റും. മനസ്സ് ശാന്തമാകുമ്പോൾ ശ്വാസവും ശാന്തമാകും. ശ്വാസം വളരെ നേരിയതാണെങ്കിലും നമ്മുടെ മൂക്കിലൂടെ കടന്നു പോകുമ്പോൾ ചെറുതായ ഒരു സ്പർശനം തരും. അതിനെ ഒന്ന് കെയർഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഇത് മനസ്സിനെ ഒന്ന് സമമാക്കാനും കാമാക്കാനുമുള്ള ഒരു പ്രക്രിയയാണ്. ഇതിന് ശേഷമാണ് മനസ്സ് കുറച്ചും കൂടെ ഷാർപ്പായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫീലിങ്സിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ വ്യാപിപ്പിക്കാൻ പോകുന്നത്. അത് അടുത്തൊരു ഘട്ടമാണ്. ഇത് ആദ്യത്തെ ഘട്ടമാണ്. ഇതിന് സമാധി അല്ലെങ്കിൽ സമത എന്ന് പറയും. ഇരിക്കുന്ന സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക. തോള് ഫ്രീ ആക്കി ഇടണം. ഷോൾഡർ ശ്വാസത്തിന്റെ ചൂടും തണുപ്പും അതും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അകത്തേക്ക് വരുന്ന ശ്വാസം ഒരു അല്പം തണുപ്പായിരിക്കും, പുറത്തേക്ക് വരുന്ന ഒരു അല്പം ചൂടുണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക.
പലതരം ചിന്തകൾ മനസ്സിൽ കൂടെ പോകാനുണ്ട്. ഇത് കഴിഞ്ഞ് ചെയ്യാനുള്ള കാര്യങ്ങൾ, നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തെ പറ്റിയുള്ള ഡൗട്ടുകൾ, ഇങ്ങനെ പലതും മനസ്സിൽ കൂടെ ചിന്തകളായി കടന്നു പോകും. അതൊക്കെ ചിന്തകൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മനസ്സിനെ ഈ ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. കുറെ നേരം ഒരു ചിന്തയുടെ കൂടെ പോയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ, അയ്യോ ഇത്ര നേരം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോഴും ഇറിറ്റേറ്റഡ് ആവാതെ ശാന്തമായിട്ട് നമ്മുടെ ശ്വാസത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക. ശ്വാസം വളരെ നേർത്തതായാലും വളരെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ ശ്വാസം മൂക്കിലൂടെ തട്ടുന്നത് അറിയാൻ പറ്റും. അതിൻ്റെ ചൂട് തണുപ്പ് അറിയാൻ പറ്റും. വളരെ നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ശ്വാസത്തിന്റെ ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ ശ്വാസത്തിന്റെ ആ ഒരു പ്രക്രിയ, അകത്തേക്ക് പോകുന്നു, പോസ് ചെയ്യുന്നു, പുറത്തേക്ക് വരുന്നു, പോസ് ചെയ്യുന്നു. നാല് അവസ്ഥകളാണ് ശ്വാസത്തിനുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ശ്വാസത്തിന്റെ സ്പീഡ് കുറഞ്ഞതും നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുകയോ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ശ്വാസം സ്പീഡ് മാറും. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇത് അടിസ്ഥാനപരമായിട്ട് ശ്വാസത്തെ പഠിക്കാനല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെ പ്രസന്റ് കൊണ്ടുവരാനും കാമാക്കാനും ഷാർപ്പൻ ചെയ്യാനും ഫോക്കസ് കൂട്ടാനും അതുവഴി അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ളതിന്റെ പ്രിപ്പറേഷനാണിത്.
നിങ്ങളെ കൂടുതലായിട്ട് അലട്ടുന്ന ചില പ്രശ്നങ്ങൾ, ഓർമ്മകൾ ഒക്കെ പൊങ്ങി വരാം. അവയൊക്കെ ജസ്റ്റ് ചിന്തകളാക്കി മാത്രം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് മുഴുകാതെ ശ്വാസത്തിലേക്ക് തന്നെ മനസ്സിനെ കൊണ്ടുവരിക. ഇതാകെ അരമണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ അരമണിക്കൂർ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. ഇടയ്ക്ക് പല ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കാം. പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ വരാം, ഏതെങ്കിലും സ്മെല്ല് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ സ്പർശിക്കാം, തട്ടാം, വേദനയെടുക്കാം. ഇതിനോടൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ റിയാക്ട് ചെയ്യും, ഇഷ്ടക്കേടോടുകൂടി, ചിലതിനോട് ഇഷ്ടത്തോടുകൂടി. അങ്ങനെ ഇഷ്ടത്തോടുകൂടി ഇഷ്ടക്കേടോടുകൂടി നമ്മുടെ മനസ്സിന് തോന്നുന്നതും ഒക്കെ ഈ സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ആണ്. അതിൽ നിന്ന് മനസ്സിനെ റിലീസ് ചെയ്ത് ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. ശ്വാസത്തിന്റെ പറഞ്ഞ നാല് കാര്യങ്ങളിലേക്ക് മാറി മാറി ഒബ്സർവ് ചെയ്യുക. മനസ്സ് ശാന്തമായി തുടങ്ങുന്നതോടുകൂടി ഇടയ്ക്കിടയ്ക്ക് വലിയ ദീർഘശ്വാസങ്ങളൊക്കെ വരും. നമ്മുടെ ലങ്സ് ഓട്ടോമാറ്റിക്കായിട്ട് റിലാക്സ്ഡ് ആവുന്നതാണ്.
ഇനി ശ്വാസത്തിന്റെ ആ സ്പർശനത്തിൽ മാത്രമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് ഇതിന്റെ സ്പർശനം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ മാത്രം. അതിന്റെ കൂടെ ചൂടും തണുപ്പും നിങ്ങൾക്ക് അറിയാനും പറ്റും. ഇനി എല്ലാവർക്കും കണ്ണ് തുറന്ന് മുഖം ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി ഒന്ന് ഫ്രഷ് ആവാം. ഇതിപ്പോ നമ്മള് തുടക്കത്തിലുള്ള ആൾക്കാർക്ക് ഒരു സ്ട്രഗ്ലിംഗ് കണ്ടീഷനാണ്. അതായത് ചിന്തയിലേക്ക് പോകുന്നു, ശ്വാസത്തെ പിടിച്ചുകൊണ്ട് വരുന്നു, പിന്നെയും ചിന്തയിലേക്ക് പോകുന്നു, ശ്വാസത്തെ പിടിച്ചുകൊണ്ട് വരുന്നു, മറ്റെന്തെങ്കിലും ഡിസ്റ്റർബൻസിലേക്ക് പോകുന്നു, പിന്നെയും ശ്വാസത്തെ പിടിച്ചുകൊണ്ട് വരുന്നു, ഉറക്കത്തിലേക്ക് പോകുന്നു, അതിനെ പിടിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ആദ്യം ഇതുമായിട്ടുള്ള അതിനെ ഒന്ന് മെരുക്കിയെടുക്കാനുള്ള ഒരു ഘട്ടമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ വരും, പതുക്കെ പതുക്കെ മെരുങ്ങി വരും. അപ്പൊ കൂടുതൽ നേരം നമുക്ക് ശാന്തമായിട്ട് നമ്മുടെ ശ്വാസത്തിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ നിരീക്ഷണം പിന്നെ നമ്മൾ വ്യാപിപ്പിക്കുന്നത്. ബോഡിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ശരീരത്തിൽ എന്തൊക്കെ ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്, എവിടേക്കാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഓരോരോ ചിന്തകൾക്ക് അനുസരിച്ച് ശരീരത്ത് ഫീലിങ്സ് മാറി മാറി വരുന്നത് അറിയാൻ പറ്റും. പെട്ടെന്ന് വലിയ ഒരു ഒച്ച കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വല്ലാത്തൊരു ഫീലിംഗ് പെട്ടെന്ന് ഉണ്ടാവും. വളരെ ചെറുതായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളാവുമ്പോൾ ചെറിയ ചെറിയ സട്ടിലായിട്ടുള്ള വൈബ്രേഷൻസേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സ് ഇറിറ്റേഷൻ കാണിക്കുന്നതും അസ്വസ്ഥമാവുന്നതും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സമാധാനത്തിൽ സമമായിട്ടിരിക്കുന്ന ഒരു മനസ്സ് എപ്പോഴാണ് അസ്വസ്ഥമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതും പഠിക്കുന്നതും ആ സമയത്താണ്. ശരീരത്തിൽ ഫീലിങ്സ് മാറി മാറി വരുമ്പോഴാണ് മനസ്സ് അതിനനുസരിച്ച് പിടയ്ക്കുന്നത്. അപ്പോഴാണ് അത് അസ്വസ്ഥമാകുന്നത്. അപ്പോ മനസ്സിനെ അടക്കേണ്ട ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറഞ്ഞാൽ മനസ്സിനെ പിടിച്ചടക്കുക എന്നുള്ളതല്ല, ഫീലിങ്സിനെ അടക്കുക എന്നുള്ളതാണ്. ഫീലിങ്സിനനുസരിച്ച് പിന്നെ നമ്മൾ ചിന്തിക്കുകയും പിന്നെ മനസ്സ് അസ്വസ്ഥമാകുകയും ചെയ്യുമ്പോൾ അടുത്ത ഫീലിങ്സ് പിന്നെയും വരും. കാരണം അതൊരു ചിന്തയാണ്. ആ ചിന്തയ്ക്ക് അനുസരിച്ച് പിന്നെ ശരീരത്തിൽ ഫീലിങ്സ് ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ പിന്നെ അസ്വസ്ഥത കാണിക്കുമ്പം ഇത് റിപ്പീറ്റ് ആയിട്ട് അത് കൂടി 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 വരും, മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പൊ അത് നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഫീലിങ്സ് എല്ലാം നമ്മളായിട്ട് അതിനെ പിന്നെയും പിന്നെ അസ്വസ്ഥമാക്കി അതിനെ പിന്നെയും ചൂട് കൂട്ടിയില്ലെങ്കിൽ അത് തന്നെ കെട്ടടങ്ങും. ഒരു ഫീലിംഗ് ശരീരത്ത് സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. പക്ഷെ നമ്മൾ ഇത് അറിയാത്ത മനുഷ്യര് ഇത് വരുമ്പോ തന്നെ റിയാക്ട് ചെയ്യുകയും പിന്നെയും പിന്നെ അത് കൂട്ടി 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 കൊണ്ടുപോവുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കി, മനസ്സിന്റെ പ്രവർത്തനം മനസ്സിലാക്കിയ ഒരാൾക്ക് ആ ഫീലിങ്സ് വരുന്നതിനെ വെറുതെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തനിയെ അതൊന്ന് മാഞ്ഞു പോകും, മനസ്സ് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്കില്ലായി വരും, നമ്മുടെ ഒരു പ്രാക്ടീസായി വരും. അപ്പോഴാണ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് കൺട്രോൾ, മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വരും. ഇപ്പൊ മനസ്സ് നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയാണ്.
അതിന്റെ ശീലങ്ങൾ, കാരണം ഓരോ ഫീലിംഗ് വരുമ്പോഴും അതിനോട് ഇഷ്ടം അനിഷ്ടവും കാണിക്കുന്ന ശീലങ്ങൾ നമ്മൾ ചെറുപ്പം തൊട്ട് ഈ നിമിഷം വരെ നമ്മൾ പഠിച്ചു വെച്ചിട്ടിരിക്കുക. ആ ശീലങ്ങൾ അനുസരിച്ച് മനസ്സ് ഓരോന്നിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി അങ്ങനെ അങ്ങ് ശീലിച്ചു വെച്ചിരിക്കുക. നമ്മൾ ആ അറ്റാച്ച്മെന്റിൽ നിന്നൊക്കെ അതിനെ മോചിപ്പിച്ച് ഓരോ ഫീലിങ്സും വന്നു പോട്ടെ, മനസ്സങ്ങനെ നിൽക്കും. അങ്ങനെ അങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് ശീലങ്ങളും മാറ്റി മനസ്സ് എന്ത് വന്നു കഴിഞ്ഞാലും കൂളായിട്ട് നിൽക്കുന്ന, സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ഇന്നർ പീസ് കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്, ഫോർ എ പീസ്ഫുൾ മൈൻഡ് ആൻഡ് എ ഹാർമോണിയസ് സൊസൈറ്റി എന്നാണ് നമ്മൾ ഇതിന് ഇട്ടിരിക്കുന്നത്. കാരണം ഓരോ വ്യക്തിയും കൂടെ ചേരുന്നതാണ് ഒരു സൊസൈറ്റി. വ്യക്തികൾ കൂടുന്നതാണ് ഒരു സമൂഹം. ഓരോ വ്യക്തിയുടെ മനസ്സിനകത്ത് സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ സമൂഹത്തിൽ ആകമാനം സമാധാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുകയല്ല. വ്യക്തികളുടെ ഉള്ളിൽ ഇന്നർ പീസ് ഇല്ലാതെ നമുക്ക് സമൂഹത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഈ വ്യക്തികളുടെ ഉള്ളിൽ പീസ് ഉണ്ടാക്കേണ്ടത് ആരാണ്? പുറത്തുനിന്ന് ഒരാൾക്ക് ഉണ്ടാക്കാനും പറ്റിയല്ല. അവനവൻ തന്നെ ഇത് ഉണ്ടാക്കണം, അവനവൻ തന്നെ പഠിക്കണം. അവനവന്റെ ഫീലിങ്സും അവനവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസും അവനവന്റെ തലയ്ക്കകത്തൂടെ പോകുന്ന ചിന്തകളും ഒക്കെ അവനവന് മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ ഓരോ വ്യക്തിയെയും അതിന് സജ്ജരാക്കി അവനവനെ സ്വന്തമായി കൺട്രോൾ ചെയ്യാനും മനസ്സിനെ കൺട്രോൾ ചെയ്യാനും ഉള്ളിൽ സ്വയം ഒരു തണുപ്പ്, ഒരു പീസ് ഉണ്ടാക്കാനും ഓരോരുത്തരെയും പ്രാപ്തമാക്കുക എന്ന് പറയുന്നത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ. ആ ഒരു സൊല്യൂഷൻ അറിയാതിരിക്കുന്നത് കൊണ്ടാണ് ചെയ്യുന്ന ഒരു ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളും നടപ്പിലാവാത്തത്, അല്ലെങ്കിൽ അത് ഫലപ്രാപ്തിയിലാവാത്തത്. കാര്യം അറിയുന്നില്ല, ആരും ഈ രീതി അല്ല ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള ശിക്ഷ കൂട്ടാനൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. ശിക്ഷ കൂട്ടിയാൽ ഉള്ളിലത്തെ ശീലങ്ങളും മാറുന്നില്ലല്ലോ, മനസ്സ് മാറുന്നില്ലല്ലോ. ശിക്ഷയെ പേടിച്ച് ചിലപ്പോൾ ചെയ്യാതിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ശിക്ഷകൾ വേണ്ട എന്നല്ല. പക്ഷെ ആദ്യമായിട്ട് ഓരോ വ്യക്തിയെയും തന്നെ കറക്റ്റ് ചെയ്യാൻ, അവന്റെ മനസ്സിനെ അവനവനെ തന്നെ പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതി, ഒരു പാഠ്യപദ്ധതി എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകളിലാണെങ്കിലും തുടങ്ങേണ്ട സാധനമാണ്. നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്, ലോകത്തിലുള്ള എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നുണ്ട്, പുതിയ ടെക്നോളജി പഠിക്കുന്നുണ്ട്, എല്ലാ ഡെവലപ്മെന്റ്സും പഠിക്കുന്നുണ്ട്. പക്ഷെ അവനവന്റെ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് മാത്രം പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ജീവിതം മുഴുവൻ ജീവിക്കുന്നത്. എന്നാൽ അത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് അതിനെ പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രം നമ്മൾ പഠിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പഠനം അതാണ്. മനസ്സിനകത്ത് സന്തോഷം ഇല്ലാതെ പിന്നെ നമ്മൾ, അല്ലെങ്കിൽ സമാധാനം ഇല്ലാതെ നമ്മൾ ബാക്കി എന്തൊക്കെ ആർജിച്ചിട്ട് എന്ത് കാര്യം? അപ്പൊ അതുകൊണ്ട് ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഉദ്യമം തുടങ്ങി വെച്ചിട്ടുള്ളത്. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ വരുന്നത് കൊണ്ടാണ് ഞാൻ അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് പോവാത്തത്. തുടക്കത്തിലെ ഘട്ടത്തിൽ തന്നെ ഞാൻ ഇപ്പോഴും ആനപാന സതി, അതായത് ശ്വാസ ഉച്ഛ്വാസത്തിലുള്ള ശ്രദ്ധ, ആന അപാന സതി, ശ്വാസ ഉച്ഛ്വാസത്തിലുള്ള ശ്രദ്ധ, അതിൽ തന്നെ ഇപ്പോഴും നിർത്തുന്നതിന്റെ കാര്യം അതാണ്. പക്ഷെ ഇത് തന്നെ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. നിങ്ങൾ ഡെയിലി ഇത് തന്നെ ചെയ്താൽ, എത്ര മാത്രം ചെയ്താൽ, കുട്ടികളൊക്കെ എത്ര മാത്രം ചെയ്താൽ തന്നെ അവരുടെ മനസ്സിന് ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ വരും ദിവസം ചെയ്തു കഴിഞ്ഞാൽ. പക്ഷെ ഇത് മാത്രമല്ല, നമുക്ക് മനസ്സിന്റെ, നമ്മുടെ സബ് കോൺഷ്യസിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മളുടെ തന്നെ പഴയ മെമ്മറികളുമായിട്ട് ബന്ധപ്പെട്ട് കിടത്തിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ശീലങ്ങളെ കൂടെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന ചില അഗ്നിപർവ്വതങ്ങളുണ്ട്, അതിനെ കൂടെ നമുക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ സ്വയം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണിത്. ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ദർശനമായിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അത് ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നമ്മളത് തിരിച്ചു കൊണ്ടുവരികയാണ്. ആർക്കെന്തെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി സജഷൻ തരാനുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് ബാക്കിയുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇതേ സമയം തന്നെ നമ്മൾ കൊണ്ടുപോകും. പറ്റുന്നത്രയും കൂടുതലായിട്ടുള്ള ആൾക്കാരിലേക്ക് ഇതിനെ എത്തിക്കുക, അറിയിക്കുക. ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, പൊളിറ്റിക്സ് ഇല്ല, അന്ധവിശ്വാസങ്ങളില്ല, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. കൃത്യമായി നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിക്കാനുള്ളൊരു പാഠ്യപദ്ധതി, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് മാക്സിമം ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. കാരണം ഇത് ഇന്ത്യയിൽ നിന്നിരുന്ന ഒരു സംഗതിയാണ്. നിങ്ങളൊക്കെ അഷ്ടാംഗമാർഗം ബുദ്ധൻ പഠിപ്പിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതെന്താണെന്ന് ഇപ്പോഴും നമ്മളോട് ആരും പറഞ്ഞു തരത്തില്ല, നമ്മളാരും പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ. ഈവൻ ബുദ്ധമതം എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് ആൾക്കാർ, ഭിക്ഷുക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, അവർ പോലും ഇത് മര്യാദയ്ക്ക് പഠിപ്പിക്കുന്നില്ല. ചിലപ്പോൾ അവർക്കും അറിഞ്ഞുകൂടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളിതിന് ഓരോ വ്യക്തിയും നമ്മളിത് പഠിക്കുകയും ആൾക്കാരിലേക്ക് പഠിപ്പിച്ചും കൊടുക്കേണ്ടതാണ്. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു
പ്രത്യേക എക്സ്പെർട്ടിനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും പഠിക്കാനും എല്ലാവർക്കും ഇത് പ്രചരിപ്പിക്കാനും പറ്റുന്ന ഒരു സംഗതിയാണ്. ഇതൊരു ജനകീയമായ ഒരു സംഗതിയാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ വന്നിരുന്ന എല്ലാ ആൾക്കാർക്കും ഒത്തിരിയേറെ നന്ദി. എല്ലാവരും ഈ ഒരു ടെക്നിക്ക് ഇത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.